വാഗ്ദത്തം ഉണർത്തി തന്ന് ഹല്ലേലൂയ. നമ്മുടെ അല്ലലിൻ്റെ വേളയിൽ, വേദനയുടെ സന്ദർഭങ്ങളിൽ നമ്മെ അത്ഭുതമായി നടത്തി ഉള്ളങ്കരങ്ങൾ വഹിച്ച ദൈവത്തിന് ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞാട്ട് ഉള്ളങ്കരങ്ങളിൽ വഹിച്ച ദൈവത്തിന് ആമേൻ, 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 ആമേൻ. കഴിഞ്ഞ 4 മാസങ്ങളിൽ അത്ഭുതമായി നമ്മെ നടത്തിയ, നന്മയൊന്നും മുടക്കാതെ വേണം ഈ മരുഭൂമി യാത്രയിൽ കൂടെ നിന്ന് നമ്മെ വഹിച്ച ദൈവത്തിന്റെ വലിയ കരത്തെ ഓർത്ത് അല്പസമയം കൂടെ എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. കർത്താവേ, as we are standing together, can you take the scripture from Isaiah chapter 53? യെശയ്യാ 53-ാം അധ്യായത്തിന്റെ ചില വേദവാക്യങ്ങൾ നാം ഇരിക്കുന്ന മുമ്പേ ആമേൻ വായിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യെശയ്യാ 53-ാം അധ്യായത്തിൻ്റെ ചില വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി നെയിം ഓഫ് ജീസസ്. ഇന്ന് രാവിലെ കർത്താവിൻ്റെ മേശ നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിൻ്റെ ക്രൂശമരണത്തെ ധ്യാനിക്കുകയും നമുക്ക് വേണ്ടി അങ്ങ് സഹിച്ച വേദനകളെ ഓർക്കുമ്പോൾ നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേഴ്സ് 1 to 5, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വളരെ ധ്യാനത്തോടെ, നന്ദിയോടെ കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ആമേൻ. യെശയ്യാ 53-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആസ്ക് സ്റ്റാൻലി ഓൾസോ പ്ലീസ് കം ഫോർവേഡ് ആമേൻ ഫോർ ദ ട്രാൻസ്ലേഷൻ. ചേർന്ന് വായിക്കാമല്ലോ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? എവിടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ നിലത്തുനിന്ന് വേർമുളയ്ക്കുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. 4-ാം വാക്യം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നടുവേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു വിചാരിച്ചും. 5-ാം വാക്യം, എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്കെല്ലാവർക്കും സൗഖ്യം വന്നിരിക്കുന്നു. അവസാന വാക്കുകൾ എന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വിശുദ്ധ കരങ്ങൾ ഉയർത്തി അല്പസമയം ആ കരങ്ങൾ നമുക്ക് വേണ്ടി നീട്ടിത്തന്ന ദൈവസന്നിധി നിങ്ങളുടെ കരം ഉയർത്തി സ്തോത്രം ചെയ്ത് നമുക്കിന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കഴിയുമെങ്കിൽ നിങ്ങൾ അടുത്ത് നിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് കൈയോടെ ഒന്ന് വന്ദനം ചെയ്തിരിക്കാമല്ലോ. ആമേൻ. ജസ്റ്റ് ഗ്രേറ്റ് വൺ അനദർ സിറ്റ് യു ക്യാൻ പ്രസൻസ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദിവസം നമുക്കിരിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു പുതിയ ദിവസം കൂടെ ആരാധനയ്ക്കായി ദൈവം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. I give praise to the Lord that He's gathered us together on another day of the Lord. Amen. Amen. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവത്തിലായിരിക്കുവാൻ ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തിനായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. I thank God for the great privilege that He allowed for us to gather together in fasting and in prayer. Amen. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് കർത്താവിനെ ആരാധിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. സ്തോത്രം. As far as a child of God, the greatest day of joy for him is the day that, or the opportunity that he gets to worship the Lord. Amen. Amen പറയാൻ കഴിയുന്നവരൊന്ന് സ്തോത്രം ചെയ്താട്ടെ. If you're able to say amen to that, praise Him. Amen. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഒത്തിരി വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നവരാണ്. സ്തോത്രം. We are people who deal with many challenges throughout the week. എന്നാൽ ഞായറാഴ്ച വരുമ്പോൾ, കർത്ത ദിവസത്തിലേക്ക് വരുമ്പോൾ വചനം നമ്മൾ സംസാരിക്കുന്ന കാര്യമുണ്ട്. ആലയത്തിൻ്റെ നന്മ കൊണ്ട് ദൈവം നമ്മെ തൃപ്തി വരുന്ന ദൈവമാണ്. സ്തോത്രം. But the Word of God gives us a promise for those of us who gather together in His house on the Lord's Day, that He will satisfy us with the blessings of His house. ആ വാക്കൊന്നുകൂടെ ഞാൻ പറയാം. ആലയത്തിൻ്റെ അകത്തുള്ള നന്മ
വേറെ ഒരിടത്തും കിട്ടുന്ന നന്മയല്ല. The goodness that you find in the house of God, you cannot find anywhere else. ദാവീദ് പറഞ്ഞു, എന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. David said of the Lord that you satisfy me with the joys that are found in you. സങ്കടങ്ങൾ മറന്ന് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ പത്മോസിലായിരുന്ന അനുഭവങ്ങൾ ഒട്ടും അനുകൂലമല്ലാത്തൊരു സാഹചര്യമായിരുന്നു. John was on the island of Patmos and everything was a challenge to him. Nothing was favorable for him. ചുറ്റുപാടെല്ലാം നോക്കിയാൽ വെല്ലുവിളികളും ഒറ്റപ്പെടുത്തലുകളും നിരാശകളും നിറഞ്ഞ ഒരു സമൂഹത്തിലാണെന്നാണ് ഇരിക്കുന്നത്. He was surrounded by isolation and he was surrounded by all sorts of difficulties on that island. എന്നാൽ കർത്താവിന് ദിവസം വന്നപ്പോൾ എല്ലാം മറന്ന് അവൻ ദൈവത്തെ ആരാധിച്ചു. But on the day of the Lord, he forgot everything and he worshipped the ഇന്ന് Lord. രാവിലെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടി അവന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കരമുണ്ടെന്ന് വിശ്വസിക്കുക എത്ര പേരുണ്ട്? For the child of God that worships the Lord in the spirit and the truth, there's an arm that is revealed for them. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവദാസനോട് ദൈവം പറയുന്നു, മോനെ ഭയപ്പെടേണ്ട, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്, ഒരു ശക്തിക്ക് നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. To സ്തോത്രം. a child of God that is worshiping in the Lord's day, the word of God comes to him like this. Yes. Do not fear, I have the key to Hades and to Amen. hell. The keys of death are in my hands. ഇന്ന് രാവിലെ ആ കരം തന്നെ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു വിശ്വസിച്ചുകൊണ്ട് ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. If you believe that arm is revealed on your behalf, give him praise. ആമേൻ. ഇന്ന് രാവിലെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. I want us to go towards the ministry of God's word. ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയ സ്റ്റാൻലി സംസാരിച്ചത് ദി ആർക്ക് ഓഫ് ഗോഡ് എന്നുള്ള വിഷയമായിരുന്നു. Stanley was speaking this past week about the subject of the Ark of God. ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ അത് നമ്മുടെ അനൗൺസ്മെന്റിലുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി And if you ലോർഡ്. have not heard it, it's in our announcement, so you should listen to it. ആമേൻ. ആ മെസ്സേജിൻ്റെ ഏറ്റവും അതിപ്രധാനമായ കാതലായ വിഷയം നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ നാം ഓരോ ദിവസവും ദൈവ സാന്നിധ്യം വിട്ടുമാറാതെ ദൈവ സാന്നിധ്യം അനുഭവിക്കണം എന്നുള്ളതായിരുന്നു. And the key theme of that subject was that we should experience the blessing of God's Yes. presence in our daily life. ഏതെല്ലാം സമയങ്ങൾ ആർക്ക് ഓഫ് ഗോഡ് ദൈവത്തിന്റെ പെട്ടകം മാറി നിന്നോ അവിടെ എല്ലാം അവർക്ക് പരാജയങ്ങളായിരുന്നു. Anytime the Ark of the Covenant was removed, it was filled with great difficulty and defeat. എന്നാൽ ദാവീദ് വളരെ ആഗ്രഹത്തോടെ പറയുന്നു, എനിക്ക് എങ്ങനെ ഈ ആർക്ക് ആമേൻ യെരൂശലേമിലേക്ക് കൊണ്ടുവരാമെന്ന ആഗ്രഹത്തോട് താൻ ആഗ്രഹിച്ചൊരു മനുഷ്യനായിരുന്നു. But the great desire of David was, how can I bring this Ark of the Covenant even closer to me? ആ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മ എന്നോട് സംസാരിച്ചത്, we want to see the arm of God today, I mean specifically in our personal life. And when I was meditating on those things, the Spirit of God spoke to me that we want to see the arm of the Lord revealed today, especially in our daily lives. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നാം ധ്യാനിച്ചത് ദൈവത്തിന്റെ ആർക്ക്, ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മനോഹാരിതയും അതിന്റെ വിടുതലുമായിരുന്നു. The previous week we listened to about the Ark of God, the presence of God. ഇന്ന് രാവിലെ നാം ദൈവവചനത്തിൽ കർത്താവിന്റെ മേശയോളമെന്ന് ചിന്തിക്കുമ്പോൾ ആമേൻ ആമേൻ ദ റിവീൽഡ് ആം ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവത്തിന്റെ ഭുജത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. And today what I want to focus on is the arm of the Lord, especially in relation to the Lord's table. ആമേൻ. 53-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ നാം വായിച്ചത് ഇങ്ങനെയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. അടുത്ത വചനം ഒന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് വായിക്കാമോ? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ആമേൻ. The first question, it reads like this: and to whom has the arm of the Lord been revealed? ആമേൻ. ഒരു ചോദ്യചിഹ്നമാണ് രണ്ട് ചോദ്യങ്ങളുടെ മുൻപിൽ നാം കാണുന്നത്. We see two rhetorical questions that are asked here in the first verse. എന്നാൽ ഇന്ന് രാവിലെ വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് ഒരു മറുപടി പറയാനുള്ളത്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു. But the answer that God's people gives on the Lord's day is this: we believe the arm of the Lord has been revealed for us. ആമേൻ. ചുറ്റുപാടുകളെ നോക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇത് വിശ്വസിക്കുവാൻ കഴിയാതെ ഇന്നും പാപത്തിലും പാരമ്പര്യത്തിലും കുടുങ്ങിക്കിടക്കുന്ന നടുവിൽ നിന്ന് ആമേൻ സ്തോത്രം, വിശ്വസിക്കുവാൻ മാത്രമല്ല ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വന്ന ദൈവത്തിന്റെ ഭുജത്തിനായി നമ്മൾ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. We should give God praise because even if the situations look unfavorable around us, we believe that the arm of the Lord has been revealed for us. ആമേൻ. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച്
അവൻ ഒരു യോഗ്യതയും പറയാനില്ലായിരുന്നു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവത്തിന്റെ ഭുജം എത്ര മഹത്വകരമായ ഭുജമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാവിലെ അതിൽ ധൈര്യം പ്രാപിക്കുവാനായിട്ട് കഴിയും. Though we were not counted wise or amongst the nobles, the arm of the Lord has been revealed to us, and that is the great mercy of God. Amen. Amen. ശേബ്രായർ 53-ാം അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനമായ രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ സ്തോത്രം, മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അതിപ്രധാന രണ്ട് കാര്യമാണ് പാപത്തിൻ്റെ പരിഹാരവും രോഗങ്ങളുടെ സൗഖ്യവും. The two great needs of mankind is the healing for his sickness and for the atonement for his sin. അവൻ അകൃത്യത്തിൽ ജീവിക്കുന്ന ജീവിതത്തിന് മരണഭയത്തോടുകൂടെ ജീവിച്ച് ആത്മഹത്യക്ക് വേണ്ടി അവർ ഒരുങ്ങുമ്പോൾ സ്തോത്രം, When a person is thinking about or contemplating the end of his life, എന്നാൽ ദൈവത്തിന്റെ മഹാകരുണയാൽ മരണഭയം മാറ്റി അമ്മേ നമ്മെ വിടുവിച്ചെടുത്ത് അകൃത്യത്തിൽ നിന്ന് മോചനം നൽകിയ ദൈവത്തിന് നന്ദിയോടെ നിങ്ങൾ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. we must be people who must be thankful and filled with great hope because God has removed that fear from us. അമ്മേ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നാം വായിച്ചല്ലോ, രോഗത്തെ കുറിച്ചുള്ള ഭയം മനുഷ്യനുണ്ട്, എന്നാൽ സകല രോഗങ്ങളെയും സൗഖ്യമാക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ ഭുജം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വന്ന ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി നാം സ്തോത്രം ചെയ്യണം. We're also people that are filled with many problems of sickness, but we see that the arm of the Lord has been revealed to deliver us from our sickness. ഈ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ഒരു ചരിത്രം മത്തായി സുവിശേഷം 8-ാം മാത്യു ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 2-ൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. In Matthew chapter 8 we think about 8, we see another situation here. ആരെങ്കിലും വാക്യം പെട്ടെന്ന് വായിക്കാം. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന് ആ യെസ് യെസ് ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. അടുത്ത വാക്യം ആമേൻ ആമേൻ. വളരെ മനോഹരമായ ആമേൻ ഒരു സംഭവമായി നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. This is a very peculiar situation or miracle that is described here in the book of ആമേൻ. ആ Matthew. കുഷ്ഠരോഗി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ എനിക്ക് പറയാൻ കഴിയുന്നത് ആ കുഷ്ഠരോഗി ഞാനായിരുന്നു. Who was this leper? I can say this morning that leper was myself, me. ആമേൻ. ആമേൻ. പാപത്തെയാണ് കുഷ്ഠം കാണിക്കുന്നതെങ്കിൽ ആമേൻ പാളയത്തിന് പുറത്ത് താമസിക്കേണ്ടവൻ, ആരാലും അംഗീകരിക്കപ്പെടുവാൻ കഴിയാതൊരു മനുഷ്യൻ, ആർക്കും തൊടാൻ മനസ്സില്ലാതിരുന്ന മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വരികയാണ്. That leprosy represents our sin, and by that sin that was in that person's life, Yes. he was alienated from the temple of God. Amen. And he was supposed to be on the outside of the courts of God. മാന്യമായ സമൂഹത്തിൽ ഇരിക്കുവാൻ അവന് അവകാശമില്ല. അവൻ തിരസ്കരിക്കപ്പെട്ടവനാണെന്ന് മാത്രമല്ല, അവന്റെ നടപ്പ് കാണുമ്പോൾ ലോകം അറിയും ഇവന് കുഷ്ഠരോഗിയാണ്. കാരണം നമ്മൾ ധരിക്കുന്ന പോലെ വസ്ത്രം ധരിക്കാൻ അവന് അവകാശമില്ല. കീറി പറഞ്ഞ ഒരു വസ്ത്രം ധരിക്കാനേ അവന് അവകാശമുള്ളൂ. This leper was not a person that could sit in respectable society. Yes. Even his own clothes would signify to everybody else around him Yes. Amen. that he was a leper. ആമേൻ. സ്തോത്രം. സമൂഹത്തിൽ വരാൻ അവകാശമില്ലാത്തൊരുവൻ. സ്തോത്രം. A person that was not able to come into the regular public. ആമേൻ. അശുദ്ധൻ 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 എന്ന ലോകം തനിക്കെതിരെ വിധി പറയുമ്പോൾ സ്തോത്രം, When everybody looks at him as unclean, unclean, unclean. എല്ലാവരും അവനെ മാറി 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 പോകുമ്പോൾ When സ്തോത്രം, everybody begins to separate themselves from him. യേശുവിന്റെ അടുക്കലേക്ക് അവൻ ഓടി വരാൻ പോലും യാതൊരു സാഹചര്യമില്ലാത്തപ്പോഴും വിളിച്ചു പറയുന്ന, കർത്താവേ നിനക്ക് മനസ്സ്, എനിക്ക് എന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. He ഹല്ലേലൂയ. runs to Jesus and he says, Lord, if you are willing, please make me whole. ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു കുഷ്ഠരോഗിയെ ഒരുവൻ തൊട്ടാൽ അവനും അശുദ്ധനാകുമെന്നാണ് പ്രമാണം. അങ്ങനെയാണ് ന്യായപ്രമാണം, അങ്ങനെയാണ്. Under the old covenant, if a leper were to touch a clean man, that clean man would become unclean. എന്നാൽ ഇന്ന് രാവിലെ ശ്രദ്ധിക്കണം, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ പരിശുദ്ധനായ ദൈവം ഹല്ലേലൂയ ന്യായപ്രമാണങ്ങളെ ഭേദിച്ചുകൊണ്ട് അവനെ തൊട്ട് സൗഖ്യമാക്കിയ ഭുജത്തിന്റെ ശക്തിയാണ് അവരെ ചരിത്രം മായ്ച്ചത്. But ഹല്ലേലൂയ. under the new covenant, we see that the Son of Man touches Amen. an unclean man, Yes. and the cleanness in him goes onto the unclean man. ഇന്ന് രാവിലെ വിശുദ്ധ ആരാധന സംബന്ധിക്കുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്. ഒരു സമയത്ത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവത്തിന്റെ ഭുജമാണ് വിശുദ്ധന്മാരെ പട്ടിയിൽ നിന്നെ ആക്കി തീർത്തത്. അത് ഉറപ്പുണ്ടെങ്കിൽ സന്തോഷത്തോടെ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. Let me tell the people of God, it is because of that arm that was revealed Amen. that touched an unclean person Amen. like us, that Amen. made us worthy of being called righteous. ആമേൻ. പാളയത്തിന്റെ പുറത്ത് പോയി നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച ആ യേശുവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഇന്ന് രാവിലെ സന്തോഷത്തോടെ ദൈവത്തോട് പറയുന്ന, കർത്താവേ ഞാൻ അയോഗ്യനായിരുന്നു, ആമേൻ, ഞാൻ ദോഷിയായിരുന്നു, എനിക്ക്
സ്ഥാനമില്ലാത്തവനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പട്ടികയിൽ എന്നെ ചേർത്ത് വന്ന ആ ദൈവത്തിന്റെ അത്ഭുത കരത്തിനായി നമ്മൾ സ്തോത്രം When I think ചെയ്യുവാനിടയായി. about myself, I think about Jesus who was taken outside of the walls of Jerusalem, and he took on all of that uncleanness upon himself to make me righteous, and he brought me into his fold. ഹല്ലേലൂയ. Amen. അനേകർക്ക് മനസ്സില്ലാതെ അതേ മനസ്സലിവില്ലാതെ മാറിപ്പോയപ്പോൾ ഹല്ലേലൂയ. When other people looked upon me and walked away, മനസ്സലിവുള്ള ദൈവം, the Lord who was full of grace, മനസ്സലിവുള്ള ദൈവം, മനസ്സലിവുള്ള ദൈവം the one who was full of grace, അവനോട് പറഞ്ഞത്, എനിക്ക് മനസ്സുണ്ട് മോനെ, എനിക്ക് മനസ്സുണ്ട്. he said, I am willing. ഇന്ന് രാവിലെ മനസ്സ് നമ്മോട് കാണിച്ച ദൈവത്തെ ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? Can we thank the Lord for his will for us? ആമേൻ. നമ്മുടെ മനസ്സലിഞ്ഞ ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. Can we thank the Lord who was looked upon us with grace? And യഹോവയുടെ ഭുജത്തിന്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം. we must understand the power of God's arm. അവർ വായിക്കുന്നത് അവൻ കുറെ നാൾ കഴിഞ്ഞ് സൗഖ്യമായതല്ല വായിക്കുന്നത്. ആണോ? It doesn't say that after some time he was healed. അങ്ങനെ വായിക്കുന്നത്. ആ വാക്ക് ശ്രദ്ധിച്ചേ. Pay attention. ഒന്ന് പറഞ്ഞേ, എങ്ങനെ സൗഖ്യമായത്? ഉടനെ അവന് സൗഖ്യമായി. Immediately his leprosy was cleansed. ഈ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നതും നാളുകളായി നീ കൊണ്ടു നടക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും ആമേൻ അത്ഭുതത്തിന്റെ കരത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ആമേൻ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. When we read this, we must understand that when the arm of the Lord is revealed on our behalf, and when he touches whatever situation we are going through, immediately that sickness is cleansed. ഈ കർത്താവിന്റെ മേശ നമ്മള് മേശ വരിയാൽ മൂടിയിരിക്കുന്ന ഒരു സംഭവമാണ്. ബഹുമാനപൂർവ്വം നമ്മൾ മൂടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. Out of great respect, this Lord's table, it is covered under a shroud. 40 സമയം കഴിയുമ്പോൾ നാം കർത്താവിന്റെ മേശയിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഈ മൂടുവരം മാറ്റി നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു അപ്പവും വീഞ്ഞുമായി ഇത് മാറാറുണ്ട്. സ്തോത്രം. And after some time, we remove the shroud when we partake of the Lord's table, and this bread and wine becomes visible to us. നമ്മുടെ കർത്താവ് മറഞ്ഞിരുന്നൊരു മന്നായായിരുന്നെങ്കിലും ആമേ ലോകസ്ഥാപനം മുമ്പേ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for the Lamb of God that was appointed from eternity. Yes. ആമേ സ്തോത്രം. ദാവീദ് പറയുന്നു, സ്തോത്രം, നാശകരമായ കുഴിയിൽ നിന്നും ആമേൻ കുഴിഞ്ഞ ജേതും അവൻ എന്നെ കയറ്റി. ഹല്ലേലൂയ. എന്റെ കാലുകളെ ഒരു പറവേൽ നിർത്തി. എന്റെ ദൈവം എനിക്ക് വായിൽ പുതിയ പാട്ട് തന്നു. എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ. David said, for you lifted me up out of the pit of destruction, and you brought me up out of the miry clay, and you put me on steady ground. So my song will be to sing of your salvation forever. നാശകരമായ കുഴിയും കുഴിച്ച ജേറ്റിന്റെ അനുഭവങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ധ്യാനിച്ചാൽ മതി. എത്ര കയറാൻ ശ്രമിച്ചാലും പിന്നെയും താഴോട്ട് വീഴുന്ന അനുഭവമായിരുന്നു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. It is a pit that goes even lower, the pit of destruction. ന്യായപ്രമാണങ്ങൾ നമ്മെ രക്ഷിപ്പാൻ കഴിയാതിരുന്നപ്പോൾ, With the old covenant, when the law cannot save us, യഹോവയുടെ ഭുജം എനിക്ക് വേണ്ടി ആ താഴ്ചയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ കൈപിടിച്ച് ഉയർത്തിയ ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. I thank God for the arm of the Lord that was revealed and pulled us up out of that pit of destruction. ദൈവത്തിന്റെ ഭുജം എന്ന് പറയുന്നത് ദൈവശക്തിയെയും ദൈവത്തിന്റെ അധികാരത്തെയും കാണിക്കുന്നതാണ്. സ്തോത്രം. The arm of the Lord shows the strength of God, the authority of ആ God. നാഴികയിൽ തന്നെ അവന് സൗഖ്യം വന്നു. And immediately he was cleansed. ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവഭുജത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. I thank God for the arm of the Lord that works on our behalf. മനുഷ്യന്റെ കരങ്ങളൊക്കെ ബലഹീനമാണ്, താണുപോകും കേട്ടോ. The arms of man will grow weak and it will falter. ഇന്നലെ കഥാവിദാസൻ കോശുവരി സാറ് പറഞ്ഞു എത്ര വലിയ ഡോക്ടർ ആണെങ്കിലും താൻ എല്ലാത്തിനും ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല. എല്ലാത്തിനും ഇല്ല, ചില വിഷയങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. Even Pastor Koshivaithan was sharing yesterday that he doesn't, even though the doctors may be capable, he doesn't take everything to the doctor. I will give you a referral letter. If that doctor is not able to find the solution for his problem, he will say that I will give you a referral to another doctor. ആശ്രയിക്കുന്ന മനുഷ്യ ഡോക്ടറുകളെക്കാൾ ഉപരിയായി നമുക്ക് വേണ്ടി ഒരു റെഫറൻസ് ആവശ്യമില്ലാതെ ഏത് രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിന്റെ ഭുജം വെളിപ്പെട്ടു വന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for that he is the master physician, that he doesn't need to give us a referral to any other system, but he's able to bring a solution for every problem that we are going through. സ്തോത്രം. യഹോവ
യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? For whom has the arm of the Lord been revealed? ഇന്ന് രാവിലെ ധൈര്യത്തോടെ പറയാം, യഹോവയുടെ ഭുജം കാലാകാലങ്ങളിലായി എന്റെ വിഷയത്തിൽ വെളിപ്പെട്ടു വന്ന ആ ദൈവത്തിന്റെ ഭുജത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Today we can say with confidence that arm of the Lord has been revealed for me. 52-ാം അധ്യായത്തിലേക്ക് വരും 10-ാം വാക്യം ഒന്ന് വായിക്കാം. ശേബ്ര 52-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാൽ. Yes. Amen. വാക്യം ശ്രദ്ധിച്ചോ? സകല ജാതികളും കാണുകേ. In the eyes of all the nations, യഹോവ തന്റെ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. the Lord has bared his holy arm. അടുത്ത വാക്യങ്ങൾ, ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. And all the ends of the earth shall see the salvation of our God. Listen, my dear ones. Amen. ക്രൂശിലേക്ക് നിങ്ങൾ നോക്കിക്കേ. ഹല്ലേലൂയ. Would you look to the cross? ആ രണ്ട് കരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്തോത്രം. Do you look to those hands? നമ്മൾ ചിന്തിക്കുന്ന പോലെ ബലഹീനമായ ഒരു കൈയല്ല. സ്തോത്രം. It is not weak hands like we think. രണ്ട് ആണികളാൽ നിയന്ത്രിക്കപ്പെടാൻ കഴിയുന്ന ബലഹീനമായ ഒരു കൈയല്ല. സ്തോത്രം. It is not a hand that is just weak, that is just pierced with nails. ആകാശത്തെ വിരിച്ച കരം. ഹല്ലേലൂയ. These are hands that stretched forth the heavens. These are hands that have sent forth lightning. These are the hands that have formed every dust of the earth. This is the hand that fed 5,000 out of 5 loaves. If he stretches forth his hands and sick are healed, if there is a strength that is hidden in his hands, there's an arm that is bared for you and I, that is those strong hands. Amen. Hallelujah. Hallelujah. Pay attention to that word. ബലഹീനമാക്കപ്പെട്ട കരം പോലെയാണ് നാം ക്രൂശിലെ യേശുവിന്റെ കരത്തെ കാണുന്നത്. സ്തോത്രം. We look and we see hands that look weak on the cross of Calvary. ഇന്ന് രാവിലെ പറയട്ടെ, സ്തോത്രം, അവൻ നമുക്ക് വേണ്ടി ബലഹീനനാക്കപ്പെട്ടവനാണ്. സ്തോത്രം. But he was made weak for you and I. അവൻ നമുക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടവനാണ്. He was put to shame for you and I. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണ്. സ്തോത്രം. He was broken for you and I. ആമേൻ. സ്തോത്രം. ആമേൻ. താഴെ നിന്ന് സ്തോത്രം പരീശന്മാരും പടയാളികളും യേശുവിന്റെ ശത്രുക്കൾ പറയുന്നു, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ വേഗം ഒന്ന് ഇറങ്ങി വാ എന്ന് വെല്ലുവിളിക്കുമ്പോൾ, when the Pharisees are standing at the foot of the cross challenging him, if you are truly the Son of God, come off that cross. ശ്രദ്ധിക്കട്ടെ മക്കളെ, അവന്റെ വ്യക്തിത്വത്തിനെ ശത്രുക്കൾ വെല്ലുവിളിക്കുമ്പോൾ, ഹല്ലേലൂയ, when even his own enemies are questioning his identity, ആയിരം ദൂതന്മാർ തന്റെ സമീപം നിൽക്കുമ്പോൾ ഒറ്റ വാക്കിന് ഇവരെ നശിപ്പിക്കാൻ യേശുവിന് കഴിയുമായിരുന്നു. the Son of Man could say one word and thousands of angels would be unleashed at his will. ക്രൂശിൽ നമ്മൾ ഇറങ്ങി വരാൻ കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. Do you know why he came down to that cross? ബലഹീനനായതുകൊണ്ടല്ല. It's not because he was weak. കഴിവില്ലാഞ്ഞതുകൊണ്ടല്ല. It's not because he was not capable. ശക്തനല്ലാഞ്ഞതുകൊണ്ടല്ല. It's not because he was powerless. ശക്തനായവൻ എനിക്ക് വേണ്ടി കൈനീട്ടത് എന്നെ നിങ്ങളെ ശക്തന്മാരാക്കുവാനാണ്. ഹല്ലേലൂയ. The powerful one became powerless to make us powerful. ഞാൻ വിശ്വസിക്കുന്ന മൂന്നാണിയുടെ ശക്തിയിലല്ല യേശു ക്രൂശിൽ കിടന്നത്. It is not the power of the 3 nails that held him to that cross. അവൻ നമ്മോടുള്ള ദൈവ സ്നേഹത്തിലാണ് അവൻ ക്രൂശിനെ സഹിച്ചത്. But what kept him there was his overwhelming love for you and I. നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയണം കേട്ടോ. ഹല്ലേലൂയ. Can we say that with great joy? We should be സഹിച്ച വേദനയെ ഓർത്ത് നന്ദി പറയണം. ദൈവത്തിന് We should be overflowing with gratitude that that great arm was made bare for you and I. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. ഹല്ലേലൂയ. The prophet cries out that the ends of the earth shall see the salvation of our God. Amen. Amen. ഹല്ലേലൂയ. 33-ാം അധ്യായം, ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ 26-27 വാക്യം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോയി. സമയം പോകുന്നല്ലോ. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിലേക്ക് വരാം. ഹല്ലേലൂയ. Book of Numbers 33. Amen. Verse 26 and 27. Verse 26 and 27. Deuteronomy chapter 3. ആ വാക്ക് ശ്രദ്ധിക്കണമേ. Yes. അടുത്ത വാക്യം. അടുത്ത വാക്യം. Amen. Yes. ഇന്ന് രാവിലെ ശ്രദ്ധിക്കണം.
ബലഹീനമായ കരങ്ങളാൽ ക്രൂശിൽ കിടക്കുന്നതിനായി ലോകം തന്നെ വിധി പറഞ്ഞാലും ഇന്ന് രാവിലെ ശ്രദ്ധിക്കേണ്ട ദൈവത്തിന്റെ പ്രത്യാശ എന്നറിയാമോ? ഒന്ന് പറഞ്ഞേ, പുരാതനായ ദൈവം അവൻ നമ്മുടെ സങ്കേതം. The everlasting God is our salvation, is our song. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ സഹായത്തിനായി ഹല്ലേലൂയ, For my help. അവൻ ആകാശങ്ങളിലൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഹല്ലേലൂയ. He comes upon the clouds for my deliverance. Amen. Amen. കീഴെ ശാശ്വത പൂജ്യങ്ങൾ നമുക്ക് വേണ്ടിയുണ്ട്. സ്തോത്രം. Amen. ക്രൂശിൽ കടന്ന് നമുക്ക് വേണ്ടി കാൽവരിയിൽ പടഞ്ഞു മരിക്കുമ്പോൾ, When he's on the cross of Calvary, ചരിത്രം അവിടെ കൊണ്ട് അവസാനിച്ചെന്ന് ലോകം പറയും. സ്തോത്രം. history will say that the world ends there. പ്രവാചകൻ വിളിച്ച് പറയുന്നുണ്ട്, അവൻ മഹിമ ധരിച്ചുകൊണ്ട് ശാശ്വത ഭുജങ്ങളാൽ നമ്മുടെ സഹായത്തിനായി അവൻ വീണ്ടും മടങ്ങി വരാൻ പോവുകയാണ്. But he is going to come back again with great mighty arm. ശിഷ്യന്മാരെ കരം ഉയർത്തി അനുഗ്രഹിച്ച് ഉയരങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെട്ടവനായി നിങ്ങൾ കണ്ടതുപോലെ, സ്തോത്രം, അവൻ മേഘാരൂഢനായി വേഗം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. The disciples hear a word, just as you saw him go, he will come back in great glory. അതൊരു കാര്യം ഇന്ന് രാവിലെ ഞാൻ ഈ വാക്യം അവസാനിപ്പിക്കും. ഒരു കാര്യം ഞാൻ പറയുന്നു. ഹല്ലേലൂയ. Let me remind you of one more thing. ദാവീദിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഇങ്ങനെയാണ്. 89 സങ്കീർത്തനം 21 വാക്യത്തിൽ പറയുന്നു, എന്റെ കൈ അവനോട് സ്ഥിരമായിരിക്കും. സ്തോത്രം. He says to David, my hand will be with him steadfastly. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. The enemy shall not defeat him. വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. And the defiler will not persecute him. ഇന്ന് രാവിലെ ധൈര്യത്തോടെ പറയാമോ, എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായി സ്ഥിരമായി നിൽക്കും. ഹല്ലേലൂയ. The hand of the Lord will be holding me steadfast. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, Let me say it one more time. നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ കോൺഫിഡൻസ് അഷുറൻസ് എന്താണെന്ന് അറിയാമോ? Do you know what the greatest confidence and assurance is? ആമേൻ. ജോലി സ്ഥിരമായി നിൽക്കുമെന്നല്ല, It's not the stability of your job. നമ്മുടെ ആരോഗ്യം സ്ഥിരമായി നിൽക്കുമെന്നല്ല, It's not the stability of your health. നമ്മുടെ ഫൈനാൻസ് സ്ഥിരമായി നിൽക്കുമെന്നല്ല, It's not the stability of your finances. എല്ലാം മാറിപ്പോയാലും, Even if all of these go എല്ലാം away, മാറിപ്പോയാലും, even if all of these are taken എല്ലാം away, മാറിപ്പോയാലും, even if all of these are ദൈവം removed, തരുന്ന വാഗ്ദത്തം എന്താണ്? the സ്തോത്രം. promise of the Lord is എന്റെ this: കൈ നിന്നോടുകൂടെ സ്ഥിരമായിരിക്കും. His ഹല്ലേലൂയ. hand will be with you steadfastly, ആമേൻ. എന്റെ ഭുജം നിന്നെ ബലപ്പെടുത്തും. and his arm will strengthen you. ശത്രു നിന്നെ തോൽപ്പിക്കുകയില്ല. The enemy shall not defeat you, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. and the defiler will not torment you. ഇന്ന് രാവിലെ കണ്ണുകളെ അടയ്ക്കാം. Can we close our eyes in the presence of God? കാലാകാലങ്ങളിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വന്ന ദൈവത്തിന്റെ ഭുജത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. Can we give him praise for the arm of the Lord that's been revealed for us? മനുഷ്യന്റെ കരങ്ങൾ താണു പോകുമ്പോൾ When the hands of man grows weak, താണിടാത്തൊരു കരം എനിക്ക് വേണ്ടിയുണ്ട്. there's a hand that is steadfast for us. മനുഷ്യന്റെ കണ്ണുകൾ മങ്ങിപ്പോകുമ്പോൾ Even if the eyes of man grows dim, മങ്ങിപ്പോകാത്ത ഒരു കണ്ണ് എനിക്ക് വേണ്ടിയുണ്ട്. there's an eye that sees and never grows ഒരു dim. നിമിഷം ഒന്ന് എഴുന്നേൽക്കാമോ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ? ഹല്ലേലൂയ. We stand in the presence of God. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെട്ടു വരട്ടെ. The arm of the Lord has been revealed favorable for us. പ്രവാചകനായ യെശയ്യാ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. The prophet Isaiah cries out like this: ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. സ്തോത്രം. This is the Lord, mighty in power, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. സ്തോത്രം. and his arm rules on his behalf, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. സ്തോത്രം. and there's a reward in his hand. ബലശാലിയായി വരുന്ന ദൈവത്തെ എതിരേൽക്കുവാൻ നമുക്കൊരുങ്ങാൻ കഴിയുമോ? ഹല്ലേലൂയ. Amen. Praise God. കർത്താവിന് മേശ വിളിച്ച് പറയുന്ന ഒരു സത്യം, നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല, എന്നാൽ അവൻ ഇത്രയും വേഗം വരാൻ പോവുകയാണ്. സ്തോത്രം. The Lord's table cries out a great truth to us that the Lord has not yet come, but he is coming very soon. ഇന്ന് രാവിലെ നമ്മെ തന്നെ ശുദ്ധീകരണത്തിനായി ഏൽപ്പിക്കാൻ കഴിയുമോ? Can we submit ourselves for sanctification? യഹോവയുടെ ഭുജം എനിക്ക് വേണ്ടി ഭരണം ചെയ്യുന്നു. The arm of the Lord has been revealed for us. എന്നെ തൊടുവാൻ മനസ്സുള്ള ഒരു കർത്താവിന്റെ ഭുജം എനിക്ക് വേണ്ടി ഇന്നുമുണ്ട്. ഹല്ലേലൂയ. The arm of the Lord is still available to us. അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കരങ്ങൾ നമ്മെ താഴ്ത്തി കൊടുക്കാമോ? At the right time, so that he would lift us up, can we submit ourselves to him? ഹല്ലേലൂയ. Amen. ഇത്രമാ സ്നേഹം ഉയർകൊടുപ്പെനിക്കായി, ഇത്രമാ സ്നേഹം ഉയർകൊടുത്തെനിക്കായി, മന്നാ
അന്നാ